പി ജയരാജനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട മനു തോമസിന് ഭീഷണിയുമായി ആകാശ് തിലങ്കേരി. മനുവിന് മുന്നറിയിപ്പുമായി അർജുൻ ആയങ്കിയും റെഡ് ആർമിയും രംഗത്തെത്തി. പി ജയരാജനെ സംവാദത്തിന് വിളിച്ചപ്പോൾ ഇവർ മറുപടിയുമായി വന്നതിൽ ആശ്ചര്യമില്ലെന്ന് മനു തോമസ് തിരിച്ചടിച്ചു. പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നും മകന്റെ ബിസിനസ്സിൽ സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ സംഘങ്ങളുടെ സഹായമുണ്ടെന്നും ഉൾപ്പെടെ പി ജയരാജനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിയായിരുന്നു ഇന്നലെ മനു തോമസ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയതിന് പിന്നാലെ നടത്തിയ പ്രതികരണങ്ങൾക്ക് പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറുപടി പറഞ്ഞിരുന്നു. ഇതിനുള്ള മറുപടിയായി പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ ജയരാജനെ മനു തോമസ് സംവാദത്തിന് ക്ഷണിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് മനു തോമസിനെതിരെ ഭീഷണിയുമായി ആകാശ് തിലങ്കേരി രംഗത്തെത്തിയത്. പാർട്ടിയെക്കുറിച്ച് എന്തും പറയാനാവില്ലെന്ന് മനു തോമസിനെ ബോധ്യപ്പെടുത്താൻ കണ്ണൂരിലെ പാർട്ടിക്ക് അധിക സമയം വേണ്ടെന്ന് ഓർത്താൽ നല്ലതെന്നായിരുന്നു ഭീഷണി. ബിസിനസ് പാർട്ട്ണർമാരും മാധ്യമങ്ങളും രക്ഷയ്ക്കെത്തില്ലെന്നും ഡിവൈഎഫ്ഐ നേതാവിന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആകാശ് കമന്റ് ചെയ്തു. നേതാവാകാൻ അടികൊള്ളുന്നവനും ചോരവാർന്ന് ജീവിതം ഹോമിച്ച് നേതാവായവരും തമ്മിൽ ഒരുപാട് ദൂരമുണ്ടെന്നായിരുന്നു അർജുൻ ആയങ്കി ഫേസ്ബുക്കിൽ പ്രതികരിച്ചത്. വ്യക്തിപൂജ വിവാദത്തിന് പിന്നാലെ പി ജെ ആർമിയിൽ നിന്നും റെഡ് ആർമി എന്ന് പേരുമാറ്റിയ ഫേസ്ബുക്ക് പേജിലും മനു തോമസിന് മുന്നറിയിപ്പുമായി പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. പാർട്ടിയെയും നേതാക്കളെയും ഇല്ലാക്കഥ പറഞ്ഞ് പരസ്യമായി അപമാനിക്കാൻ നിൽക്കരുതെന്നാണ് റെഡ് ആർമിയുടെ മുന്നറിയിപ്പ്. പി ജയരാജനെതിരായ പോസ്റ്റിന് മറുപടിയുമായി ആകാശ് തിലങ്കേരിയും അർജുൻ ആയങ്കിയും റെഡ് ആർമിയും ഒരുമിച്ചെത്തിയതോടെയാണ് മനു തോമസിന്റെ പുതിയ പോസ്റ്റ്. പി ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ കൊലവിളി ഭീഷണിയുമായി ക്വട്ടേഷൻ സ്വർണം പൊട്ടിക്കൽ മാഫിയ സംഘത്തിന്റെ തലവന്മാർ വന്നത് ആശ്ചര്യപ്പെടുത്തുന്നില്ലെന്ന് മനു തോമസ്. കണ്ണൂരിലെ സംഘടനയെ സംരക്ഷിക്കാൻ അധികം സമയം വേണ്ടെന്ന ഭീഷണി മുഴക്കാൻ ഇവരെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പറയേണ്ട ബാധ്യത CPIM-ന്റെ നേതൃത്വത്തിനാണെന്നും മനു തോമസ് പറയുന്നു. സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ സംഘം നടത്തിയ പ്രതിരോധം ആർക്കു വേണ്ടി എന്തിനൊക്കെ നടത്തിയതാണെന്ന് കൃത്യമായ ബോധ്യമുണ്ട്. കൂടുതൽ പറയിപ്പിക്കരുതെന്നും പറയുന്ന മനു തോമസ് TP ചന്ദ്രശേഖരൻ, ഷുഹൈബ് വധങ്ങൾ വിപ്ലവമല്ലെന്നും വൈകൃതമാണെന്നും പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതിനിടെ വിഷയം ഏറ്റെടുത്ത് കോൺഗ്രസും രംഗത്തെത്തി. മനു തോമസിന്റെ ആരോപണങ്ങൾ CBI അന്വേഷിക്കണമെന്നും മനുവിന് സുരക്ഷ നൽകണമെന്നും കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു. ഞാൻ മനസ്സിലാക്കുന്നവരും സോഷ്യൽ മീഡിയയിൽ അവരൊക്കെ മനു തോമസിന്റെ കൂടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ആരോപണങ്ങളൊക്കെ തന്നെ സത്യസന്ധമായിരുന്നു എന്ന് ഓരോരോ ദിവസം കഴിയുന്തോറും വ്യക്തമാകുകയാണ്. ഒരു വാക്കുപോലും വെളിപ്പെടുത്താൻ പാടില്ല. വെളിപ്പെടുത്തിയാൽ TP ചന്ദ്രനാവും, COT നസീറാവും, ഒരുപാട് പേരുണ്ട്. അതിൽ CPM പാർട്ടി മാറിയവരൊക്കെ തന്നെ പഴയ കാലങ്ങളിൽ CPM വകവരുത്തിക്കൊണ്ടിരുന്ന രീതിയുണ്ട് CPM-ന്. അത് ഇവിടെയും ആവർത്തിക്കാൻ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് മനു തോമസിന്റെ പ്രൊട്ടക്ഷൻ ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ സംഘത്തിന് പാർട്ടിയുമായോ നേതാക്കളുമായോ ഒരു ബന്ധവുമില്ലെന്ന് ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ആവർത്തിക്കുമ്പോഴാണ് പി ജയരാജന് വേണ്ടി ഷുഹൈബ് വധക്കേസ് പ്രതിയായ ആകാശ് തിലങ്കേരിയും സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുൻ ആയങ്കിയും രംഗത്ത് വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ ഇടത് സൈബർ പേജുകളുടെ ആധികാരികതയെ MV ജയരാജൻ ചോദ്യം ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ റെഡ് ആർമിയും പാർട്ടിക്ക് വേണ്ടി പ്രതിരോധത്തിനിറങ്ങി. ഇതെല്ലാം അണികളിലുണ്ടാക്കുന്ന ആശങ്കയും സംശയങ്ങളും കണ്ണൂരിലെ പാർട്ടിയിൽ ചർച്ചയാകുന്നുമുണ്ട്. ന്യൂസ് മലയാളം, കണ്ണൂർ.